നമസ്കാരം. കേരളം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങും ആഘോഷങ്ങളും ബഹളങ്ങളും സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനവും റോഡ് ഷോയും ഒക്കെ ആയി തകർക്കുമ്പോൾ കോഴിക്കോട്ട് കേരളത്തിലെ ഏറ്റവും ആദരണീയനായ നേതാക്കൾ ഒരാളിൻ്റെ കുടുംബ വീട് ജപ്തിയിൽ പോകുന്ന ഭീഷണിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഏറ്റവും പ്രമുഖനായ മുസ്ലിം ലീഗ് നേതാവുമൊക്കെ ആയിരുന്ന CH മുഹമ്മദ് കോയയുടെ കുടുംബ വീടായ കോഴിക്കോട് നടക്കാവിലുള്ള ക്രസൻറ്റ് ഹൗസാണ് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസവും തന്നെ പുറത്തു വന്നിരുന്നു. CH മുഹമ്മദ് കോയയുടെ മകനായ മുൻ മന്ത്രി ഡോക്ടർ MK മുനീറാണ് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത്. 48 ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത്. ഈ മാസം 31-നകം ഈ പണം അടച്ചില്ലെങ്കിൽ വീട് ജപ്തിയാകുമെന്നാണ് ബാങ്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ MK മുനീർ ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ ലോൺ അദ്ദേഹം അടച്ചു തീർത്തിരുന്നു. കൂടാതെ കോഴിക്കോട് നഗരത്തിലെ ജാഫർ ഖാൻ കോളനിയിലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീട് നേരത്തെ തന്നെ വിറ്റ് കുറേ കടബാധ്യതകൾ തീർത്തിരുന്നു. എങ്കിലും ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രസൻറ്റ് ഹൗസ് എന്ന് പറയുന്ന വീട് വലിയൊരു വികാരമാണ്. ഈ വീട്ടിൽ വെച്ചാണ് എത്രയോ സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അവരുടെ ഏറ്റവും വലിയ ആദരണീയനായ നേതാവ് CH മുഹമ്മദ് കോയ താമസിച്ചിരുന്ന, അദ്ദേഹം അന്തി ഉറങ്ങിയിരുന്ന ഈ വീടിനോട് അവർക്കെല്ലാമുള്ള ആ ഒരു ഹൃദയവികാരം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കടബാധ്യതകൾ മുസ്ലിം ലീഗ് തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറെ ആശ്വാസകരമാണ്. ഡോക്ടർ MK മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ തന്നെ ഇത് ബാങ്കിനെ കുറ്റം പറയുന്നതായിട്ടൊന്നും അദ്ദേഹം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ പലരും ലോൺ എടുത്തതിന് ശേഷം ബാങ്ക് ജപ്തിക്കായി വരുമ്പോൾ ആ ബാങ്കിനെ കുറ്റം പറയുന്ന രീതിയാണുള്ളത്. പക്ഷേ ഡോക്ടർ മുനീറാകട്ടെ ഇതിൽ നിന്നെല്ലാം മാറി തനിക്ക് എങ്ങനെയെങ്കിലും അടയ്ക്കാൻ സാധിക്കുമോ നോക്കട്ടെ, വളരെ പ്രത്യാശയോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പക്ഷേ ലീഗ് അണികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വികാരമാണ് ഈ വീട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ വീടിന് വേണ്ടി, ഈ വീട് തിരിച്ച് ലഭിക്കുന്നതിന്, ഈ വീട് കൈ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർ ലീഗ് നേതൃത്വം തന്നെ മുന്നിലെത്തിയിരിക്കുന്നത്. CH മുഹമ്മദ് കോയ ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹവും അന്തരിക്കുമ്പോൾ, അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. അന്നും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ലീഗ് നേതൃത്വം ഇടപെട്ട് അന്ന് പരിഹരിക്കുകയായിരുന്നു. അതുപോലെ ഡോക്ടർ MK മുനീറിൻ്റെ ഈ ഒരു സാമ്പത്തിക ബാധ്യത പരിഹരിച്ച് ഈ ക്രസൻറ്റ് ഹൗസ് എന്ന ഈ കോഴിക്കോട് നടക്കാവിലുള്ള ഈ CHൻ്റെ വീട് വീണ്ടെടുക്കാൻ തന്നെയാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. ഡോക്ടർ MK മുനീർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഡോക്ടർ MK മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ നാൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തന്നെയായിരിക്കും അദ്ദേഹം ഇക്കുറി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട് ഭരിച്ചിരുന്ന പല ഭരണാധികാരികളുടെയും മക്കളും പേരക്കുട്ടികളും ഒക്കെ തന്നെ അത്യാഡംബര വീടുകളും വില കൂടിയ കാറുകളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ദീർഘകാല മന്ത്രിയും ലീഗിൻ്റെ പരമോന്നതനായ നേതാവുമൊക്കെ ആയിരുന്നു CH മുഹമ്മദ് കോയയുടെ മകനായ ഡോക്ടർ MK മുനീർ. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് ആദർശ രാഷ്ട്രീയം കേരളത്തിൽ എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ്. ജീവിതത്തിൽ പൊതുരംഗത്തെന്നും സത്യസന്ധമായ സംശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന CH മുഹമ്മദ് കോയക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വന്ന് ചേരുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയായി മാറുകയാണ്. ഏതായാലും ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടത് ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്.